ഹായ്, ഞാനൊരു കഥ പറയാം. ചിലപ്പോൾ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അപ്പോൾ അവൾ സ്കൂളിൽ നടന്ന കാര്യം വിവരിച്ചു. ഞാനിന്ന് ക്ലാസ്സിൽ ഓരോ കുട്ടികളോടും നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത് എന്താണ് നിങ്ങളുടെ ആഗ്രഹം, ഭാവിയിൽ നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ കുട്ടികളും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ചിലർക്ക് ഡോക്ടർ ആവണം, പൈലറ്റ്, എൻജിനീയർ, ഡ്രൈവർ, അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. അതിലൊരു കുട്ടി മാത്രം പറഞ്ഞു, എനിക്ക് മൊബൈൽ ഫോൺ ആവണമെന്ന്. അത് കേട്ടിട്ട് എനിക്ക് സങ്കടം സഹിച്ചില്ല. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, മൊബൈൽ ഫോൺ ആയിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും മറ്റുള്ളവരും എന്നെ നന്നായി താലോലിക്കുമല്ലോ, എപ്പോഴും എന്നെ കൂടെ നിർത്തുമല്ലോ. അവർ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും എന്നെയും കൂടെ കൂട്ടുമല്ലോ. എനിക്ക് ഒരുപാട് ലാളനം കിട്ടുമല്ലോ. ഇത് കേട്ടിട്ട് എനിക്ക് വളരെ സങ്കടമായി. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, അതിനെന്തിനാണ് നീ ഇത്ര സങ്കടപ്പെടുന്നത് ആ കുട്ടി അങ്ങനെ പറഞ്ഞതിന്? അപ്പോൾ ഇനിയുള്ള മറുപടിയാണ് ഭയങ്കര രസം. ഈ സ്ത്രീ പറഞ്ഞു, അത് വേറെ ആരുമല്ല പറഞ്ഞത്, നമ്മുടെ മകളാണ് പറഞ്ഞത്. നമ്മുടെ വീടുകളിൽ പലതും സംഭവിക്കുന്ന കാര്യമായിരിക്കും ഇത്. നമ്മൾ കൂടുതൽ സമയം മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഷോർട്സും മറ്റെല്ലാം കണ്ട് കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ മക്കൾ കാണുന്നുണ്ടാവും. നമ്മളൊരിക്കലും അവർ കളിക്കുകയാണെന്നൊക്കെ. പക്ഷെ എല്ലാത്തിനും നമ്മളൊരു കൃത്യമായ സമയം അല്ലെങ്കിൽ ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സമയം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ബാക്കി നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മൾ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ, നമ്മൾ നല്ല സമയം കുടുംബത്തോടൊപ്പം സന്തോഷമായി ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് ചിലപ്പോൾ വളരെയധികം വേദനിച്ചെന്ന് വരും, അവരെ വേറൊരു തലത്തിലേക്ക് നയിച്ചെന്ന് വരും. അതുകൊണ്ട് ഇന്നുപോലെ എല്ലാവരും ഫാമിലിയോടൊപ്പം നല്ല സമയം നന്നായി വിനിയോഗിക്കാൻ ശ്രമിക്കുക. നന്ദി.